തോമസ് ഐസക്ക്, ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യമുണ്ട്. ഇപ്പോൾ രാജ്യമാകെ ഹിന്ദുത്വ സംഘപരിവാർ പിടിമുറുക്കി ഭരണം, മോദി ഭരണം അങ്ങനെ തുടർച്ചയായി മുന്നോട്ട് പോകുന്ന ദുർബലമായ പ്രതിപക്ഷം, ദുർബലമായ കോൺഗ്രസ് നേതൃത്വം എന്ന പ്രശ്നമൊക്കെ നിൽക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇതിനു മുമ്പുള്ള രണ്ട് സർക്കാരുകളെക്കുറിച്ച്, ഇപ്പം എ കെ ആൻ്റണി ഭരിക്കുന്ന കാലത്ത് സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ പറഞ്ഞത് മുണ്ട് മുറുക്കി ഉടുക്കാനാണ് പറഞ്ഞത്. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തിലേക്ക് വരുമ്പോൾ 11-16 പോകുമ്പോൾ ഈ പറഞ്ഞതുപോലെ സ്കൂളുകൾ പൂട്ടുന്നു, അതുപോലെ തന്നെ ചോർന്നൊലിക്കുന്ന ആശുപത്രി കെട്ടിടങ്ങൾ, തകർന്ന റോഡുകൾ, അതുതന്നെ സ്കൂളുകളുടെ അവസ്ഥ. ഇപ്പോൾ ഒക്കെ ആ കാലത്തെ പഴയ വാർത്താ വീഡിയോകളൊക്കെ ഇപ്പോൾ വീണ്ടും സജീവമായി വന്നിട്ടുണ്ട്. തുടർന്ന് വന്ന 10 വർഷവുമായുള്ള താരതമ്യം നടക്കുന്നു. ഞാൻ ചോദിക്കാൻ വന്നത്, ഇത്തരമൊരു മോദി ഭരണകൂടത്തിൻ്റെ, സംഘ്പരിവാറിൻ്റെ, ഹിന്ദുത്വത്തിൻ്റെ ഒരു വളരെ ശക്തമായ പിടിയിൽ രാജ്യം നിൽക്കുന്ന കാലത്ത് കേരളത്തിലെ കോൺഗ്രസ്സിന്, കോൺഗ്രസ് നയിക്കുന്ന UDF, CPIM നയിക്കുന്ന LDFൻ്റെതുപോലെ ഒരു ബദൽ സാധ്യമാണോ? ഇപ്പോൾ LDFൻ്റെ ബദലിനെക്കുറിച്ച് ജനങ്ങൾക്കൊരു ബോധ്യമുണ്ട്. UDFൻ്റെ ബദൽ എന്താകുമെന്നൊരു ആകാംക്ഷ കൂടിയുണ്ട്. UDFന് എത്രമാത്രം സാധ്യമാകും? യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മുന്നിൽ LDFന് വളരെ കൃത്യമായ നിലപാടുണ്ട്. BJP ഇപ്പോൾ വികസിത കേരളം എന്നും പറഞ്ഞ് ഒരു വർത്തമാനം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അമിത്ഷായാണ് അദ്ദേഹത്തിൻ്റെ തൃശ്ശൂരിലെയും പിന്നീട് കേരള കൗമുദിയുടെ വേദിയിലെയും പ്രസംഗത്തിൽ ഇത് മുന്നോട്ട് വെച്ചത്. ചന്ദ്രശേഖർ വീണ്ടും പറയുന്നുണ്ട്. UDF ഇപ്പോഴും ഞങ്ങളുടെ കേരളം എങ്ങനെയാവും അതിനൊരു പരിപാടി മുന്നോട്ട് വെച്ചിട്ടില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പോഡ്കാസ്റ്റുമൊക്കെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ കിഫ്ബിയും ഇടതുപക്ഷത്തിൻ്റെ സമീപനത്തെയും തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ പകരമൊന്ന് വെക്കാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇത് മൂന്നും തമ്മിലുള്ള വലിയ സംവാദം ഈ വരാൻ പോണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുമെന്ന്. അപ്പം അതിൽ ഒരു കേന്ദ്ര പ്രശ്നം വരുന്നത്, കേന്ദ്ര സർക്കാർ എടുക്കുന്ന ഈ സമീപനങ്ങളോട് എന്താ നിലപാട്? ഇപ്പം കേന്ദ്ര സഹായം നമുക്ക് 2020-21 നമ്മുടെ സംസ്ഥാന വരുമാനത്തിൻ്റെ 5.25% കേന്ദ്രത്തിൻ്റെ സഹായം കിട്ടിയിരുന്നു. 2024-25 അത് 2.5 ഈ കേന്ദ്ര സഹായം ഇതുപോലെ കുറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും സംസ്ഥാനത്തിന് നിൽക്കാൻ പറ്റുമോ? ഇത് തന്നെ കിഫ്ബിയെക്കുറിച്ച് എടുക്കുന്ന സമീപനം. കിഫ്ബി എടുക്കുന്ന വായ്പകൾ അല്ലെങ്കിൽ എടുത്ത വായ്പകൾ മുൻകാല പ്രാബല്യത്തോടെ സംസ്ഥാനത്തിൻ്റെ വായ്പയിൽ നിന്ന് വെട്ടിക്കുറയ്ക്കാം. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു സമീപനം വ്യക്തമാണ്. ഈ കേന്ദ്ര അന്യായത്തിനെതിരെ വോട്ട് ചെയ്യണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വെക്കുന്നത്. BJPക്ക് അങ്ങനെ നിലപാടെടുക്കാൻ പറ്റുമോ? UDF ഇതുവരെ എടുത്തു വന്നൊരു സമീപനം വെച്ചിട്ട് അത്തരത്തിൽ ഒരു നിലപാട് കേന്ദ്രത്തിനോടുള്ള വിവേചനത്തിനെതിരായി സ്വീകരിക്കാൻ കഴിയില്ല. ഇതാണ് അവരുടെ ധർമ്മസങ്കടം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വരാൻ പോണ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പോരാട്ടം ഇങ്ങനൊരു സംവാദത്തിലേക്ക് ജനങ്ങളുടെ മുന്നിൽ മാറാൻ പോവുകയാണ്.